ഇന്നൊരു കുഞ്ഞു അടുക്കള വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ലഞ്ച് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് കയറിയത്. ബസ്സുന് എക്സാമൊക്കെ കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം എനിക്കതിന് മുന്നേ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായി പൊട്ടിച്ചിട്ട സുലിക അരി. ഇവിടെ എപ്പോഴും മറ്റേ ചുവന്ന അരി മീൻസ് നമ്മുടെ പവിഴം മട്ട വടി അരിയില്ലേ, അതാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സുലേഖ അരിയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്കിഷ്ടം കുറേ കൂടി വെള്ളച്ചോറാണ്. എനിക്ക് ചുമന്ന ചോറിനോട് താല്പര്യമില്ല, പക്ഷെ ഞാൻ എന്ത് ഇഡ്ഡലിയും കഴിക്കും. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കും, നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആവുമല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ. ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ്സ് നമ്മൾ വയ്ക്കാറ്. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകാനെടുത്തു കേട്ടോ. ഞാനൊരു കപ്പും അതിന് കുറച്ചുകൂടി രാത്രിത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്തായാലും ലേറ്റായിട്ടല്ലേ ഉണ്ടാക്കിയത്, ഇനി രാത്രിയും ഉണ്ടാക്കാൻ കയറാൻ മടിച്ചിട്ട് ഞാൻ രാത്രിത്തേക്കൂടെ കണക്കാക്കി കുറച്ചൊരിത്തിരി കൂടുതലൂടെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂട്ടാനാണ് വന്നിട്ട് പയർ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ പയർ തോരൻ. പയർ നോക്കിയപ്പോൾ പയർ തികയില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചയ്ക്കായില്ലേ, വാഴയ്ക്ക എന്നാണ് ഇവിടെ പറയാറ്, നമ്മൾ പച്ചയ്ക്ക എന്ന് പറയും. ആ വാഴയ്ക്കയും കൂടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം. പിന്നെ ഈ പയറും, പിന്നെ സവാളയും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇടുമ്പോഴേക്കും നമുക്കൊരു പയർ തോരൻ നമുക്ക് റെഡിയായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ഈ ഫ്രഷ് പയർ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ് കേട്ടോ. ഇനി ഞാൻ അവിടെ ആലപ്പുഴയിൽ കാണാത്തതാണോ എന്നെനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ നല്ല ഫ്രഷ് പയർ റോഡ് സൈഡിലൊക്കെ അമ്മൂമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കാം. നല്ല ഫ്രഷ് പയറാണെങ്കിലും ചീരയാണെങ്കിലൊക്കെ സീസൺ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഈ വെണ്ടയ്ക്കയൊക്കെ നല്ല ഫ്രഷ് വെണ്ടയ്ക്ക. അതുകൊണ്ട് ഞാൻ ഈ പച്ചക്കറി കടയിൽ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതുപോലെ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ അവിടെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ കൂടുതലും വാങ്ങാറ്. അപ്പോൾ ഏട്ടനാണ് വാങ്ങിയിട്ട് വരുന്നതെങ്കിൽ ഞാൻ പറയും, വരുന്ന വഴിക്ക് ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ ചതുരപ്പയറെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഞാനത് ആലപ്പുഴ കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടാണ് ചതുരപ്പയർ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതെനിക്ക് അതിനോട് ഒട്ടുമേ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. അങ്ങനെ എനിക്ക് വേണ്ടുന്നുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസുവിന് അവിടെ ടി വി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ വന്ന് പണിക്ക് കയറിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 ആവശ്യത്തിന് വിളിക്കും. ഇതും 100 ആവശ്യത്തിന് വിളിക്കും, പക്ഷേ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം അതിലും കണ്ടുകൊണ്ടിരുന്നോളും. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് വേണോ അമ്മ, ഇത് വേണോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ അരിഞ്ഞ് പെറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ മൺചട്ടിയാണ് കേട്ടോ തോരൻ വയ്ക്കാനും ഉപയോഗിക്കുന്നത്, മീൻകറി വയ്ക്കാനും ഉപയോഗിക്കുന്നത്. കുറച്ച് ഹെൽത്തി ആവാം നമുക്ക്. ഞാനിവിടെ മൺകൂജിയും വാങ്ങിച്ചു വെച്ചു, വെള്ളം ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ലതാണെന്നൊരു വൈദ്യൻ ഇതുപോലെ നമ്മൾ വൈദ്യൻ്റെ അടുത്ത് പോയപ്പോഴും പറഞ്ഞു, രാവിലെ ഈ മൺകൂജിയിലെ വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും എന്ന്. അങ്ങനെ വേണ്ടുന്നുള്ള സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുട്ടി വന്നു. ബോക്സിനകത്ത് ഉള്ള പെൻസിലെല്ലാം കുത്തി വെച്ചിട്ട് അതിരിക്കുന്നില്ല എന്നും പറഞ്ഞു. ഇങ്ങനെ തന്നെ എന്തിൻ്റെയെങ്കിലും ഇടയിലൊക്കെ വന്നു. കുട്ടികളല്ലേ, അവർക്കിതൊക്കെ രസമല്ലേ, നമ്മൾ എൻജോയ് ചെയ്താലാണ് നമുക്ക് നന്നായിരിക്കുക. അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് കണ്ടാൽ നമുക്ക് അടി വയ്ക്കാനേ നേരം കാണുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ മീൻ ഇറക്കാൻ നിന്നു കേട്ടോ. നമുക്കിവിടെ നവര മീനാണ് കിട്ടിയത്. ഇതിന് ആലപ്പുഴയിൽ കിളിമീനെന്ന് പറയും, ചെങ്കലവെന്ന് പറയും. ഇത് നവര. അപ്പോൾ നവര മീൻ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലാണ് കേട്ടോ ഞാനിന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ അറുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മീനിൻ്റെ വായ്ക്കകത്തൊരു മീൻ കുടുങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ വസുവിനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുക. വസുവിന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. കണ്ടപ്പോൾ ഉടനെ പറയുക, അതിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടായിരുന്നു, അതിനകത്ത് മീനെല്ലാം ചത്തുപോയി. അപ്പോൾ വസു പറയും, നമുക്ക് അതിനകത്ത് കൊണ്ടിടാം. ഞാൻ പറഞ്ഞു, ഈ ചത്ത മീനെയാണോ അവിടെ ഇടുന്നത്? അപ്പോൾ അമ്മ വെള്ളത്തിലിട്ട് അത് ഓടുമോ എന്ന് നോക്കട്ടെ. വെള്ളത്തിലിട്ടപ്പം അത് താഴ്ന്നു വന്ന് കണ്ടപ്പം ഒരുവിധ ആശ്വാസമായി. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് അവൻ പോയി. പിന്നെ മീൻകറി ആണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പം മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തിരുവാണ് കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടിട്ടുള്ളത് മീൻ കറിയിൽ, അതായത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയിൽ മല്ലി കൂടെ ചൂടാക്കി ചേർക്കാറുണ്ട്. മുളകും മല്ലിയും ചൂടാക്കിയിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. പക്ഷേ നമ്മുടെ അവിടെ തേങ്ങ അരയ്ക്കാത്ത കറിയിൽ മാത്രമേ മല്ലി ചേർക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു മാറ്റമാണ് ഈ മല്ലി ചേർക്കുന്നത് തേങ്ങ അരച്ച കറിയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആ രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ അതിൻ്റെ ഫാനൊന്നുമല്ല. പിന്നെ ഏട്ടൻ കഴിച്ചു വന്ന രീതി അതാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതും വയ്ക്കാറുണ്ട്. പിന്നെ കൂടുതലും ഞാൻ വയ്ക്കുന്നത് എൻ്റെ
നാട്ടിൽ വെക്കുന്ന പോലെ തേങ്ങ അരച്ചിട്ട് മല്ലിയൊന്നും ചേർക്കാതെയുള്ള ലാസ്റ്റ് ഇത്തിരി ഒന്നും മറ്റേ ഉലുവ താളിച്ചൊഴിക്കും. ഇവിടെ ഇവർ ഉലുവയുടെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങ അരച്ചിട്ടുണ്ട് ഞാൻ. തേങ്ങ അരച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ മുളകും മല്ലിയും നല്ല മൂപ്പിച്ചെടുത്തത്, കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി അല്ലല്ലോ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും തക്കാളിയും. ഉടങ്കൊല്ലി മുളകാണ് കേട്ടോ കുറേ കൂടി നല്ലത്, എനിക്കതാണ് ഇഷ്ടം മീൻകറിയിൽ ഉടങ്കൊല്ലി മുളകിടാൻ. പിന്നെ തക്കാളി ഞാൻ ഇപ്പോൾ കളയുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ തൊലി കളയാറുണ്ട്. പിന്നെ ആ നടുക്കത്തെ സാധനമില്ലേ, അതത്ര ഗുഡല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് ഞാനിപ്പം കളയാറുണ്ട്. പിന്നെ ഈ തക്കാളിയും കൂടെ ഒരു പകുതി തക്കാളി അതിന് പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് മീൻ കറിക്ക് എന്താ കുടംപുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇത്രയും ചേർത്ത് കലക്കി, എണ്ണ ഒന്നും ചേർത്തിട്ടില്ല, ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചപ്പോഴേക്കും എൻ്റെ കുക്കറിൽ വെച്ച ചോറെല്ലാം നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതിനി വെന്ത് പോകുമോ. ഞാൻ ഒറ്റ വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വെന്ത് പോകുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഓക്കെ ആയി. അങ്ങനെ മീൻ കറിയും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴാണ് വസു ഫ്രിഡ്ജ് തുറന്നു മുട്ടായി നോക്കുക ഇപ്പോഴേക്കും ഉണ്ട്. മറ്റേ മുട്ടായി ഇല്ല, മറ്റേ സംഗതി ഇരിക്കണം. ഏതാണ്? മറന്നുകൊണ്ട് പോയല്ലോ ഈശ്വരാ. മറ്റേ റോസ് മിൽക്ക് ഉണ്ടാക്കുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, കളേർഡ് ഫ്ലേവർ. അങ്ങനെ അത് കണ്ട് വേണം എന്ന് പറഞ്ഞു മിക്സിയിൽ അങ്ങോട്ട് വെച്ചപ്പോഴേക്കും ഉണ്ട്, കറണ്ടില്ല. പിന്നെ അവൻ വന്ന് ചെക്ക് ചെയ്യാണ്, കാരണം ഇൻവെർട്ടറിലെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലത് മാത്രമേ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ അവൻ വന്ന് പറഞ്ഞ് ഇല്ല, ഫാനൊക്കെ വർക്കാകുന്നുണ്ട്, ടി വിയും വർക്കാകുന്നുണ്ട്, അമ്മ കള്ളം പറയാണ്. ഞാൻ പറഞ്ഞു ഇന്ന് നോക്ക് മിക്സിയിൽ ലൈറ്റ് കത്തുന്നുണ്ടാവുന്നു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആൾക്ക് മനസ്സിലായി കറണ്ട് ഇല്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ വെയിലത്തുകൊണ്ട് വെച്ച് തിരിച്ച് വന്നപ്പോഴേക്കും ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കറണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വസുവിന് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. വസുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ കളർ സാധനം ഒന്നും കൊടുത്തുവിടല്ല. അതുകൊണ്ട് വല്ലപ്പോഴും, അതായത് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ മാത്രം, ബഹളം സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ മാത്രം കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എൻ്റെ ചോറ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.